ഹലോ, നമ്മൾ സിഎൽഎഫിലെ പതിവ് മീറ്റിംഗിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ BRSലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ എല്ലാ ചെക്കുകളുടെയും സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കും. ചെക്ക് നമ്പർ, ഇടപാട് തരം, ചെക്ക് ഇവിടെ നൽകി, ചെക്ക് ഇവിടെ ലഭിച്ചു, പെൻഡിങ് എന്നിവ ഇവിടെ ചേർക്കാം. അത് ക്ലിയർ ചെയ്തു. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ചെക്ക് നമ്പർ ദൃശ്യമാകും. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതോ നൽകിയതോ ആയ എല്ലാ ചെക്ക് നമ്പറുകളും നിങ്ങൾ കാണും. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ചെക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. ഞാൻ ഇത് ക്ലിയർ ചെയ്തതുപോലെ, ഈ ചെക്ക് ക്ലിയർ ചെയ്ത തീയതി ഏപ്രിൽ 30-ന് ഞങ്ങൾ നൽകും. ഞങ്ങൾ അത് സമർപ്പിക്കും. അപ്പോൾ ഞങ്ങളുടെ ചെക്കിന്റെ സ്റ്റാറ്റസ് ക്ലിയർ ആകും. ഈ രീതിയിൽ നിങ്ങൾക്ക് BRS സൃഷ്ടിക്കാൻ കഴിയും. പണവുമായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഏത് മീറ്റിംഗിൽ നിന്നാണ് നിങ്ങൾക്ക് പരിശോധിക്കേണ്ടതെന്ന് തിരയൽ ഓപ്ഷൻ ഇവിടെ ലഭിക്കും. ഞാൻ 24/2024, ഞങ്ങൾ 31/3/2024 മാത്രമേ ചെയ്യുന്നുള്ളൂ. മാർച്ച് 31 മുതൽ തന്നെ ഞങ്ങളുടെ പണത്തിൽ ഏതൊക്കെ എൻട്രികൾ നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരയുകയാണ്. നമ്മുടെ ക്യാഷ് എൻട്രി ഇവിടെ ദൃശ്യമാകും. മാർച്ച് 31-ന് ഞങ്ങൾ ഒരു എൻട്രിയും നൽകിയിട്ടില്ല. ഏപ്രിൽ മുതൽ നമുക്കത് കാണാൻ കഴിയും. ഞാൻ അന്വേഷിക്കാം. ഏപ്രിൽ മുതൽ ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. പണമായി ലഭിച്ച എൻട്രികൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പണമായി ലഭിച്ചതെന്തും കാണാൻ കഴിയും. അടുത്ത ഓപ്ഷൻ ബാങ്ക് ആണ്. ബാങ്കിൽ നിന്ന് നിങ്ങൾ നടത്തിയ എൻട്രികൾ ബാങ്കിലും കാണാൻ കഴിയും. ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് വന്ന എല്ലാ എൻട്രികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അടുത്ത ഓപ്ഷൻ സെറ്റിൽമെന്റ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. നന്ദി.